നമുക്കൊന്ന് ഒരു അമ്പലത്തിൽ പോയിട്ട് വന്നാല. ബാ. ഒറ്റശേഖരങ്ങളത്തെ ഉത്സവങ്ങളൊക്കെ അല്ലേ, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ബാ. ഇവിടെ നിന്ന് വണ്ടി വിളിച്ച് പോകേണ്ട അത്ര ആളെയും കൂട്ടിയാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഈ ചേട്ടൻ എന്തോ കാരണം കൊണ്ട് വരുന്നില്ല, അതുകൊണ്ട് ആനയുടെ ഫോട്ടോ എടുത്ത് അയക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ആനപ്രേമിയാണ്. ഇങ്ങനത്തെ ഏതെങ്കിലും ആനപ്രേമികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അമ്പലത്തിൽ വന്നിട്ട് ആദ്യം പോയത് ആനയുടെ അടുത്താണ്. ഒരിക്കലും കണ്ടാലും കൊതി തരാത്ത 3 സാധനങ്ങളേ ഉള്ളൂ: ആന, കടല്, മോഹൻലാല്. അതൊക്കെ അത്രേ ഉള്ളൂ. ഇത് എന്റെ വാചകങ്ങളല്ല, പറഞ്ഞ ആൾ ഇവിടെ കമന്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഇറങ്ങി. എന്നിട്ട് നേരെ കണ്ടത് യുവമാരെ ആയിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും പയ്യന്മാരുണ്ടോ ഗൈസ് നിങ്ങളെ നാട്ടിൽ അമ്പലത്തിൽ കയറാതെ ഇങ്ങനെ അന്നദാനം കഴിച്ചു നടക്കുന്നവർ? നമ്മൾ ആനപ്രേമി ശ്രീനാഥ് ശ്രീകുമാർ വന്നിട്ടുണ്ട്, വരുന്നില്ലെന്നാണ് പറഞ്ഞത്. എന്തൊക്കെ കാര്യം ഉണ്ടായാലും അതൊക്കെ മാറ്റി വെച്ച് ആനയെ കാണാൻ വേണ്ടി വരുമെന്നാണ് ശ്രീനാഥ് ഏട്ടൻ പറയുന്നത്. എന്നിട്ട് നമ്മൾ മലയൻകീഴ് വല്ലഭന്റെ അടുത്ത് പോയി. ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എഴുന്നള്ളത്തിന് വേണ്ടി. അങ്ങനെ നമ്മൾ എഴുന്നള്ളത്ത് കണ്ടിട്ടാണ് നേരെ വെളിയിലോട്ട് ഇറങ്ങിയത്. എന്നിട്ട് ഇവന്മാരെല്ലാരും കൂടെ ഒരു കടയിൽ കയറി. എന്നിട്ട് ഇവന്മാരെല്ലാരും ഈ കാറൊക്കെ എടുത്ത് നോക്കുകയാണ്. എനിക്ക് ഈ ക്രൈസ് ഇല്ല, ക്രൈസ് ഉള്ളവർ എന്തായാലും കമന്റ് ചെയ്യണേ ഗൈസ്. എന്നിട്ട് എനിക്കൊരു നെസ്റ്റ് അടിച്ച ഒരു സാധനം കണ്ടു, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പണ്ടൊക്കെ ഇതിന്റെ അകത്ത് എന്താണ് ഇരിക്കണെന്ന് പറഞ്ഞ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഇത് പൊളിച്ചു നോക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.